സിനിമയാണ് അതിന് എനിക്ക് ഒത്തിരി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാമോ? എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം അത്യാവശ്യം കുറേ ചിരിച്ചു. ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നത്. കോമഡി ത്രില്ലർ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ പറ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ നാഗേന്ദ്രൻ സാമിയും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ താങ്കൾ ചെയ്ത കഥാപാത്രം വളരെ വൈറലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിരിക്കുന്നു, റീൽസിലൂടെ റീക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. റീൽസ് ആയാലും ശരി, ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത കഥാപാത്രം എത്രത്തോളം അട്രാക്റ്റഡ്? ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാറിൻ്റെ തമാശ പടമാണെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ക്യാരക്ടർ നല്ല കോമഡി ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്നൊരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിന് ബേസിക്കലി നമ്മൾ തമാശ ചെയ്യുന്ന പോലെ ഉള്ളൊരു ക്യാരക്ടറല്ല. ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര സീരിയസ് ആണ്. പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത് ഈ എബി സക്കറിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ്. ഇയാളുടെ ഈ ബേസിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ മനസ്സിലായിരുന്നല്ലോ, കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് പക്വതയില്ലായ്മയും ഒക്കെ ഉണ്ട്. അപ്പം അത് നമ്മുടെ ക്യാരക്ടറെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷണൽ കോമഡീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് പരിപാടി വർക്കായിരിക്കുന്നത്. കാരണം ഇത് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ നമ്മളെ അതിനൊരു സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഈക്വലി അത് കയറി വന്നാൽ മാത്രമേ അവരൊരു തമാശ ഫീൽ ചെയ്യുകയും നമുക്കൊരു ചിരി വരികയും ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അപ്പുറം, നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറം തമാശ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ബേസിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തത്. നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാൻ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ഇല്ല. എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് തോന്നുന്ന സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ക്യാരക്ടറിന് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ബേസിൽ എന്ന ഡയറക്ടറിനെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. വേറൊരു വിഷണറി ഉള്ള, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറിന്റെ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ടർ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഹോമിലി ഒരു ആക്ടർ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ അങ്ങനത്തെ ഹോമിലി ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്യുന്നത്. ഇതിലും അതുപോലെ തമാശ നിറഞ്ഞ ഐ എം എ റിച്ച് ജെന്റിൽമാൻ എന്നൊക്കെ പറയുന്ന ഡയലോഗ് ട്രെയിലറിൽ കണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ പേഴ്സണലി നമ്മളൊരു കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ്. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ. കുറച്ചുകൂടെ നമ്മളെപ്പോലെയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലെയൊക്കെ ഉള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിൾ ആയിരിക്കും മിക്കവാറും. അയാളുടെ സാഹചര്യം സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർ സിനിമ തന്നെയാണ്. പക്ഷേ അയാളുടെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ, ആ സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക്കായിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം, പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം, ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിന് ഊരി പോരണം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക, ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ്. ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം. ഹ്യൂമർ ചെയ്യാന്നുള്ള സ്പേസ്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഈ ബേസിൽ എന്ന ആക്ടറിനോടാണ് ചോദ്യം. അതായത് ഇപ്പം ഈ പറഞ്ഞ റെഗുലർ പേഴ്സൺ അല്ലെങ്കിൽ റെഗുലർ ക്യാരക്ടർ എന്നുള്ളത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും നോക്കാറാണ്, അതുപോലത്തെ കഥാപാത്രം വരാത്തതുകൊണ്ടാണോ? അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെയുള്ള ആലോചനകൾ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത്, ആ ഒരു ക്യാരക്ടേഴ്സാണല്ലോ വരിക. പക്ഷെ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ഇത്
കഴിഞ്ഞ് പുതിയ ഫിലിം മേക്കേഴ്സ് ചിലപ്പോൾ വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റെലവൻ്റ് ആയിട്ടും നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നല്ല സിനിമയുടെ ഭാഗമാവുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കുറച്ച് സിനിമകളിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള 1-2 ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിദ്ദിഖ് സാർ നമസ്കാരം. സിദ്ദിഖ എന്ന് പറഞ്ഞ മലയാളികൾക്ക് എപ്പോഴും ഹ്യൂമർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് കുറച്ചുകൂടെ വില്ലൻ വേഷങ്ങളിൽ വില്ലൻ എന്നൊരു ലെവലിലോട്ടൊക്കെ വന്നത്. ഈ സിനിമയിലും ഇങ്ങനെ നമുക്ക് മലയാളികൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ള ഒരു കഥാപാത്രമാണോ? താങ്കളുടെ പേരെന്താ? എന്റെ പേര് നിബിൻ. നിബിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കണം കേട്ടോ. ഞാൻ ഹ്യൂമറായിട്ട് പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞ മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണേ. ആ മൈക്ക് കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് കൈമാറിക്കും, അല്ലെങ്കിൽ എന്താ അറിയാമോ വേറെ അവർക്കൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. ഓക്കെ, എല്ലാരോടുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ. അല്ലല്ല, ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ഈ ഹ്യൂമറെന്നോ വില്ലെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർക്ക് കിട്ടുന്ന കഥാപാത്രമൊന്നും മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ചിലർ ചോദിക്കുന്നില്ല ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. വില്ലൊന്നുമില്ല, നമ്മളെ വിചാരം നമ്മളാണ് നായകൻ എന്നാ. പുറത്തൊരാൾ നിൽക്കണ്ടാവും, ചിലപ്പോൾ അയാളായിരിക്കും നായകൻ. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ്, ഞാനിതിനകത്ത് വില്ലനാണ്, ഞാൻ നായകനാണ്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക. കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക, അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങളങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരോടുമായിട്ടൊരു ക്വസ്റ്റ്യൻ. സിനിമ ഭയങ്കര ഫണ്ണാണ്, കോമഡിയാണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണോ എല്ലാവരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? അതല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തൂങ്ങുക. അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ്. എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്നിരിക്കുന്നത്. നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിബിൻ, അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. ബേസിലേട്ടനാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി, അതാണ് വർക്കായത്. ഇതേ നമ്മളീ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോൾ ഞങ്ങൾ ലൈവ് ആവും. ഇപ്പൊ താഴേന്ന് ഭക്ഷണം കഴിച്ചു വന്നെങ്കിൽ പറഞ്ഞ പോലെ കൊണ്ട മധുരമൊക്കെ അടിച്ച് കയറ്റി ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല, പിന്നെ എന്റെ മൂടങ്ങ് പോയി. സിദ്ദിഖ് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നത്. ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാരും ഒന്ന് പറഞ്ഞു തുടങ്ങി ഇതെന്ത് ഇനി സിനിമയുടെ കഥ മുഴുവൻ പറയുമെന്ന്. ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ സംസാരിച്ചു. ഇനി ആരും മറുപടി പറയാം. സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞല്ല സത്യമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോകണ്ട. ഞാൻ മാത്രം ചോദിച്ചു എല്ലാവരും സ്വയം ഒന്ന് പറയാന്ന് വിചാരിച്ചല്ല അങ്ങനെയൊക്കെ വിചാരിച്ചാണ്ടിരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് അസീസ് പറഞ്ഞത്, ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അസീസിൽ നിന്ന് തുടങ്ങി എന്നിട്ട് ഇങ്ങനെ പോവാം. അസീസ് ക്ലൈമാക്സ് ഞാൻ 15-ാം തീയതി പറയാം. ഞാൻ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്നൊക്കെ വന്ന് മിമിക്രി എന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി ജിത്തു സാറിനെ പോലത്തെ ഡയറക്ടറിന്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല, ഒരു ഫണ്ണ് എലമെന്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്. ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷെ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളടുത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഭയങ്കര ആക്ടർ കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ തരും സാർ. അപ്പൊ എന്തായാലും വേണ്ടേ സാറ് പറഞ്ഞു തരും. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പൊ സാറ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറയും. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ്
വിളിച്ച് പറയുകയും ചെയ്യും മൈക്ക് അത് ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. പറ ഉച്ചയ്ക്ക് കഴിച്ചല്ലേ? ഞാൻ പറയാം. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറേ നാള് അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ചൊരു സിനിമ കിട്ടി. പ്രിയൻ സാർ, ലാൽ സാർ ഒപ്പം കാത്തൊരു കോമഡി പടം പ്രിയൻ സാർ, ലാൽ സാർ കോമ്പറ്റീഷൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ത്രില്ലറായി പോയി. അങ്ങനെ കാത്ത് ജിത്തു സാറിൻ്റെ പടം ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയിപ്പോയി. പക്ഷേ ഐ ആം വെരി ഹാപ്പി. ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷ്യൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചോദിക്കാണ്ട് കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയിൽ. അപ്പോൾ ജീതു സാറ് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പം ബേസിലും ഗ്രേസും പറഞ്ഞ മാതിരി ആദ്യം പോലീസായിരിക്കുമോ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് ഈ സിനിമയിൽ. പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ്. മനോജേട്ടൻ ഇതിലൊരു സിനിമാ നടനായിട്ടാണ്. അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ഗ്രേസും ബേസിലൊക്കെ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. സിദ്ദിഖിയായിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞു തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. ചേട്ടാ, എനിക്കൊരു ചോദിക്കുകയുണ്ട്. ഒരു തുണ്ടുപടത്തിൽ താങ്കളായിരുന്നു ഹീറോ, ഇദ്ദേഹമായിരുന്നു ഡയറക്ടർ. പിന്നീട് തിരയിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം ഇദ്ദേഹം ഹീറോ ആയി ഈ നുണക്കുടി വരെ എത്തിയിരിക്കുന്നു. ഒരു കോ ആക്ടർ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഈ അത്ഭുതകരമായ വളർച്ച എങ്ങനെ നോക്കി കാണുന്നു? നീ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അതൊന്നും ഞാനങ്ങനെ പൊതുവെ അളക്കുന്നില്ല. പക്ഷെ വളരെ നമ്മളെ ഒരാൾ അട്രാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ചില ആക്ടേഴ്സിന് ആ പവർ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ലെജൻഡറി ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്നതിൽ ഉൾപ്പെടെ നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക്. ആ ഒരു മാഗ്നറ്റിക് പുള്ള് ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം. ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി അല്ല, കൺസേൺ. അത് ഏതൊരു ആക്ടർക്കും വേണമല്ലോ. പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ജാനേമനിലെ ജോയ്മോനും ജയഹയിലെ രാജേഷും പാലത്ത് വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ്. തീർച്ചയായിട്ടും നുണക്കുഴി വരുമ്പോഴും എബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വളരെ ആസ്വദിക്കുന്ന, ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്കും ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, റേസിലെ കാണുമ്പം ആ ചിരി കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. അത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. സിദ്ദിഖ്, റൈറ്റർ കെ അദ്ദേഹം ആദ്യം പറഞ്ഞു 90കളിൽ കോമഡി വളരെ നന്നായി ചെയ്തിരുന്ന ഒരു ആക്ടറാണ് താങ്കൾ. അപ്പൊ ജഗദീഷ് ചേട്ടൻ തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടറുകൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാരോട് അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ചൊരു രീതി ഉണ്ടല്ലോ, ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതിയൊക്കെ കുറെ കൂടെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ. നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഏലിയൻ ഫീൽ വരും. അപ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറണ്ട് ആയിരിക്കാനാണ്, ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ അജുവൊക്കെ വന്ന കാലം തൊട്ടേ ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ളൊരു കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആദ്യം അജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, അത് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ. അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും. അത് അവരുടെ ഒരു മടി കൊണ്ടാണ്. ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാൻ ഭയമാണ്. കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടീനടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും. അപ്പോൾ ഞാനെപ്പോഴും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ അടുപ്പം കാണിക്കും, ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാകും, അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെപ്പോഴും. അപ്പോൾ
അവരുടെ ഒരു പാറ്റേണിലേക്ക് ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുള്ളൊരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത്.